ഹലോ, അങ്ങനെ നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് ഏകദേശം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഞങ്ങൾ കാലത്തെ എൻ്റർപ്രൈസസിൽ പോയിട്ട് ഒരു 9 സീറ്റർ വാൻ എടുത്തു. ബ്ലൂ ലൈറ്റ് കാർഡിൻ്റെ ഡിസ്കൗണ്ട് എല്ലാം കൂടെയൊക്കെ കൂട്ടി ഞങ്ങൾക്ക് 5 ദിവസത്തേക്ക് 680 പൗണ്ടാണ് മൊത്തം ചിലവ് വന്നത്. നല്ല സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു വണ്ടിയായിരുന്നു അത്. ഞങ്ങൾ 4 ഫാമിലി ഒരുമിച്ച് പോയ ഒരു ട്രിപ്പായിരുന്നു ഇത്. ജിജിലും ബിബിനുമൊക്കെ എൻ്റർപ്രൈസസിൽ നിന്ന് തന്നെയാണ് വണ്ടി എടുത്തത്. അവർക്കൊരു നിസാൻ എക്സ്ട്രയിൽ 2024 മോഡൽ അവരെടുത്തു. അങ്ങനെ കാലത്ത് 11 മണിക്ക് തുടങ്ങിയ ട്രിപ്പിൽ ഞങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത്. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോൾ മാഞ്ചസ്റ്റർ ഭാഗമൊക്കെ എത്തിയപ്പോൾ അടുത്തുള്ളൊരു പാർക്കിൽ കയറി ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിള്ളേർ കുറച്ച് നേരം പാർക്കിൽ കൂടെയൊക്കെ ഓടി കളിച്ചു. കാരണം 4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് എത്തിയതല്ലേ, അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ഓപ്പൺ എയറിൽ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര പയ്യെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് ന്യൂ കാസിൽ അപ്പോൺ ടൈം ഒക്കെ എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലമാണ് ഈഗിൾ സ്റ്റോൺ അബേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത്. 1200കളിൽ ഉണ്ടാക്കിയൊരു പള്ളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ലൊരു പ്ലേസ് ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയ ടീ ബ്രേക്ക് എടുത്തു. ടീ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു കാട്ടിക്കൂടെ ഒന്ന് വോക്കിന് പോയി. ഒരു ഫോറസ്റ്റ് വോക്ക്, ഒരു ചെറിയൊരു വോക്ക്. ഒപ്പം വലിയൊരു വെള്ളച്ചാട്ടങ്ങളും ചെറിയൊരു അരുവിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അങ്ങ് നടന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ജിജിലും ബിബിനൊക്കെ ചായയൊക്കെ ഇട്ടു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ സ്കോട്ട്ലൻഡിലേട്ടൊക്കെ കയറുന്നു. സ്കോട്ട്ലൻഡിൽ എത്താറാകുമ്പോൾ സ്കോട്ട്ലൻഡിൻ്റെ ബോർഡ് നമുക്ക് കാണാം. ആ ബോർഡ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും സോ എക്സൈറ്റഡ് ആയി. അങ്ങനെ ഞങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം സ്കോട്ട്ലൻഡിലേക്ക് ഏകദേശം എത്തി. കാലത്തെ 11 മണിക്ക് തുടങ്ങിയ യാത്ര ഏകദേശം 10:30-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. സ്റ്റിർലിങ്ങിലുള്ള ഒരു പ്രീമിയർ ഇന്നിലായിരുന്നു അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസം ഞങ്ങൾ ആദ്യം പോയത് കെൽപിസിലേക്കാണ്. തുടക്കത്തിലൊരു മഴയുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ അങ്ങ് മാറി. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. കെൽപിസിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്കോട്ട്ലൻഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കാണ് കെൽപിസ്. അവരുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് അന്തകാലത്ത് വെച്ചതാണിത്. 2014 പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആക്കി കൊടുത്തത്. കുതിരകൾ കാർഷിക മേഖലയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും നൽകിയ സംഭാവനകളെ സ്മരിച്ചുകൊണ്ടാണ് കുതിരകളുടെ ഈ ഒരു രൂപം അവരവിടെ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു കഫേയുണ്ട്. കഫേയിൽ ഗൈഡഡ് ടൂർ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അതുപോലെ സാധനങ്ങളെല്ലാം മേടിച്ച് പിന്നീട് നേരെ പോയത് ഫൾക്രിക് വീലിലേക്കാണ്. സ്കോട്ട്ലൻഡിലെ മറ്റൊരു അട്രാക്ഷനാണ് എഞ്ചിനീയറിംഗ് മാർവലായിട്ടുള്ള ഫൾക്രിക് വീല്. മുകളിലൊരു കനാലുണ്ട്, താഴെ ഒരു കനാലുണ്ട്. മുകളിൽ നിന്നുള്ള കനാലിൽ വരുന്ന ബോട്ട് താഴെയിട്ട് വളരെ ഈസി ആയിട്ട് റൊട്ടേറ്റിംഗ് ബോട്ട് ലിഫ്റ്റ് വഴി ഇറക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ഫൾക്രിക് വീല്. ലോകത്തെ തന്നെ ആകെപ്പാടെ ഒരെണ്ണവും ആദ്യത്തെയും ഇത് തന്നെയാണ്. വേറെ അതിന് ശേഷമുള്ളതൊന്നും വന്നിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെറ്റിൽ വെള്ളം തിളപ്പിക്കുന്ന ഒരു എനർജി മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ 100 ആനകളെ ഒരുമിച്ച് നമുക്ക് മുകളിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ഫൾക്രിക് വീലിനുണ്ട് എന്നാണ് പറയുന്നത്. ദൂരെ നിന്ന് ഞങ്ങളിങ്ങനെ നിന്ന് കണ്ടതേ ഉള്ളൂ, അടുത്തായിട്ട് പോയിട്ടില്ല. നല്ല രസമായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു തീർന്നതിന് ശേഷം ഞങ്ങൾ നേരെ എഡിൻബറ സിറ്റിയിലേക്ക്.